ആകാശത്ത് മഴക്കോള് കണ്ടാൽ ജാനമ്മ ഉറക്ക കരയും. ചാറ്റൽ മഴയെപ്പോലും ഇന്ന് ഈ അമ്മയ്ക്ക് പേടിയാണ്. 36-കാരിയായ മകൾ ഷീബയ്ക്കൊപ്പം വീടെന്ന് പോലും വിളിക്കാനാകാത്ത ഈ കൂരയിലാണ് ജാനമ്മ താമസിക്കുന്നത്. 27 വർഷങ്ങൾക്ക് മുൻപ് പത്തനംതിട്ടയിൽ നിന്ന് കരിമ്പുഴയിലേക്ക് പറിച്ചു നട്ട ജീവിതത്തിൽ സ്വന്തമെന്ന് പറയാൻ രേഖയിൽ ഒരു തുണ്ട് ഭൂമി പോലും ഇന്ന് ഈ കുടുംബത്തിനില്ല. പ്രദേശവാസിയായ ഭൂവുടമയ്ക്ക് പണം നൽകി പണ്ട് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവർ വാങ്ങിയെങ്കിലും രേഖാമൂലം കച്ചവടം നടന്നിട്ടില്ല. സർക്കാർ കണക്ക് പ്രകാരം മിച്ചഭൂമിയെന്ന് കണ്ടെത്തിയ സ്ഥലത്തിന് ഇപ്പോഴും ഭൂവുടമ അവകാശമുന്നയിക്കുന്നുണ്ടെന്ന് ഷീബ പറയുന്നു. വീടാണെങ്കിൽ അവർ നേരാക്കാൻ സമ്മതിക്കില്ല. ഒരു പ്രാവശ്യം വീട് വയ്ക്കാൻ വേണ്ടി ഉദ്യമിച്ചപ്പോൾ ആ സാധനവും നഷ്ടം വന്നു, പൈസയും ഒരുപാട് നഷ്ടം വന്നു. രണ്ടാമത് വീണ്ടും തുടങ്ങി. അതിൽ അവർ എന്നെ വന്ന് ഒരുപാട് ആക്രമിച്ചു. ഇവിടെ ഇട്ട് കണ്ണിൻ്റെ ഇവിടെ ഭാഗത്തിട്ട് കുത്തി, ഇവിടെ ഇട്ട് ചവിട്ടുകയൊക്കെ ചെയ്തു. ഒരു മാസത്തിൽ ചില്ലറോളം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയൊക്കെ ചെയ്തു. അമ്മ രോഗം വന്ന് കിടപ്പിലായതോടെ ഷീബയ്ക്ക് ജോലിക്ക് പോകാനും കഴിയാതെയായി. ഇപ്പോൾ പ്രദേശവാസികളുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ രണ്ടു വയറും കഴിഞ്ഞു പോകുന്നത്. രാത്രിയായാൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യവും ഈ കുടുംബത്തിനുണ്ട്. അപ്പോൾ അതിൽ ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ടുകൊണ്ട് അടിയന്തരമായി അവർക്ക് കയറിക്കടക്കാൻ സുരക്ഷിതമായ ഒരു വീട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാവണം എന്ന് മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, റിപ്പോർട്ടർ, പാലക്കാട്.